മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തേക്ക് വരികയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി ആ വീട് പൂർത്തീകരിച്ച വീടുകൾ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി ഒരു വീട് സന്ദർശിക്കുന്നു, ആളുകളെ അഭിവാദ്യം ചെയ്യുകയാണ്. 178 വീടുകളാണ് വയനാട്ടിൽ പൂർത്തീകരിച്ചത്. നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ഈ ഉദ്ഘാടന ദിവസം വയനാട്ടിലെ ടൗൺഷിപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ടൗൺഷിപ്പിന്റെ ഭാഗമായുള്ള വീടുകളുടെ 178 വീടുകൾ പൂർത്തീകരിച്ചു എന്നത് മാത്രമല്ല, ആ പ്രദേശത്താകെ തന്നെ ആ തരത്തിൽ ഒരു ടൗൺഷിപ്പിന്റെ ഭാഗമായി ചെയ്യാവുന്ന എല്ലാ സജ്ജീകരണങ്ങളും ചെയ്ത് പൂർത്തീകരിച്ചിട്ടുണ്ട്. വൈദ്യുതി ലൈനുകൾ ഉൾപ്പെടെ അത് ഭൂമിക്കടിയിൽ ഉള്ള തരത്തിലാണ് ആ ടൗൺഷിപ്പ്. ആധുനിക രീതിയിലാണ് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നത്. സാധാരണഗതിയിൽ എല്ലാ വീടുകളിലും തന്നെ നിലവിൽ തന്നെ അത് വൈദ്യുതി നൽകുന്നത്, സോളാർ പാനൽ വഴി വൈദ്യുതി നൽകുക, എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും അവിടെ പൂർത്തിയായിട്ടുണ്ട്. 11 മണിക്ക് ഉദ്ഘാടനം തീരുമാനിച്ചു. വളരെ നേരത്തെ തന്നെ മുഖ്യമന്ത്രി അവിടെ എത്തി, കൃത്യസമയത്ത് തന്നെ എത്തി അവിടെ വീടുകളുടെ സന്ദർശനം പൂർത്തിയാക്കി ഇപ്പോൾ പുറത്തേക്ക് വന്ന് ഇനി ഉദ്ഘാടന പരിപാടിയിലേക്ക് കടക്കുകയാണ്. ബെൻസൺ ബാബു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ബെൻസൺ, എന്തായാലും നിരവധി ആളുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വയനാടിന്റെ ഈ സ്നേഹം കാണാനായി എത്തിയിരിക്കുന്നു. കാരണം സംസ്ഥാനമാകെ തന്നെ നൽകുന്ന ഒരു സ്നേഹമാണ്. കാരണം വയനാട്ടിൽ കേരളം ഇതുവരെ കാണാത്ത ഒരു ദുരന്തം അനുഭവിച്ച ജനതയാണ്. അവരെ കൈവിടിച്ചുയർത്തുകയാണ്. എന്തായാലും ആദ്യഘട്ട ഉദ്ഘാടനം അല്പസമയത്തിനകം നടക്കും. അത് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രത്തിൽ ഇടം പിടിക്കാവുന്ന ഒരു ദിനം തന്നെയാണെന്ന് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. അതിൽ ദുരന്ത ബാധിതരായ ആളുകളെ കൃത്യമായിട്ടുള്ള രീതിയിൽ അവരെ പുനരധിവസിപ്പിക്കുന്ന കേരളം ഒന്നടങ്കം ചേർന്ന് അവരെ കൈപിടിച്ചുയർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ഈ ടൗൺഷിപ്പിന്റെ ഉദ്ഘാടന വേളയിൽ ഇവിടേക്ക് ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ജനതയോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ചേട്ടാ, എവിടുന്നാണ്? ഞാൻ കുറ്റ്യാടി. ടൗൺഷിപ്പ് കാണാനും ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനും. അപ്പൊ ഇങ്ങനെ നിരവധി ആയിട്ടുള്ള ആളുകളുണ്ട്. ചേട്ടാ, ഇപ്പൊ പുനരധിവാസമൊക്കെ ആയി, വീടുകളായി, മുഖ്യമന്ത്രിയൊക്കെ എത്തി ഉദ്ഘാടനം നടക്കുന്നു. എന്താ തോന്നുന്നത്? വളരെ സന്തോഷം. സർക്കാർ അവരെ ചേർത്ത് നിർത്തി. വയനാട്ടിലെ ഞങ്ങളെ സഹോദരങ്ങളായി. എന്താ തോന്നുന്നു പറഞ്ഞാൽ ഇതിനോട് വലുത് വേറൊന്നും ഇല്ല. നമ്മളെ ചേർത്ത് പിടിച്ച മുഖ്യമന്ത്രിയാണ്. അടുത്ത 5 കൊല്ലം ഇടതുപക്ഷത്തിന് UDF LDF തന്നെ കൊടുക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം. ഇത്തരത്തിൽ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. 11 മണിയോടുകൂടി തന്നെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുന്നു. നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് മുഖ്യമന്ത്രി ഒരു വീട്ടിൽ, ഇവിടെ പണി പൂർത്തിയായിട്ടുള്ള ഒരു വീട്ടിൽ സന്ദർശനം നടത്തി. എന്താണ് അവിടുത്തെ സ്ഥിതിഗതികളൊന്ന് വിലയിരുത്തി നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു വീട് കാണാം എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ ഇന്നലെ പണി പൂർത്തിയായ മുഖ്യമന്ത്രി സന്ദർശിച്ച വീട് തൊട്ടപ്പുറത്തുള്ളതാണ്. അതിന് തൊട്ട് സമീപത്തുള്ള വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നേരെ വീടിനകത്തേക്ക് കയറിയാലുള്ള കാഴ്ചകൾ കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതാണ് വീടിന്റെ ഉൾവശം. പൂർണ്ണമായും തന്നെ പണി പൂർത്തിയായിട്ടുള്ള നിലയിൽ തന്നെയാണ് വീടുള്ളത്. വലിയ ഹാളുണ്ട്. ഹാളിനുള്ളിൽ നിന്നും അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബെഡ്റൂമുണ്ട്, 2 ബെഡ്റൂമുകളുണ്ട്, അറ്റാച്ച്ഡ് ബെഡ്റൂമുണ്ട്. അതോടൊപ്പം തന്നെ അടുക്കള, തൊട്ട് ചേർന്നിട്ടുള്ള അടുക്കളയുണ്ട്. ഇതിൽ ഉപയോഗിക്കുന്നതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഫർണിച്ചറുകൾ ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെ കബോർഡുകളൊക്കെ തന്നെ എത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വൈദ്യുതീകരണവും പൂർത്തിയാക്കിയിട്ടുണ്ട്. വൈദ്യുതീകരണം ഏറെ പ്രധാനപ്പെട്ട രീതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും മാറി ഭൂമിക്കടിയിലൂടെയുള്ള വൈദ്യുതീകരണമാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ആ നിലയിൽ അക്കാര്യങ്ങളും പുരോഗമിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് മറ്റൊരു ബെഡ്റൂമാണ്. ഇവരെയും സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ബെഡ്റൂമാണ്. രണ്ട് ബെഡ്റൂമുകളിൽ ഒരെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. പിന്നീടൊരു കോമൺ ബാത്റൂമുണ്ട്. ഹാളിൽ തന്നെ ഒരു കോമൺ ബാത്റൂമുണ്ട്. അതോടൊപ്പം തന്നെ കിച്ചണിലേക്ക് എത്തിയാൽ അതും വലിയ സൗകര്യങ്ങളുള്ള രീതിയിൽ തന്നെയുള്ള കിച്ചണുണ്ട്. അതോടൊപ്പം തന്നെ വർക്ക് ഏരിയ കൂടിയുണ്ട് ഇവിടെ തൊട്ട് സമീപത്ത് തന്നെ. ഈ വീടുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, ഈ വീടുകളെ നമുക്ക് മുൻവശത്തേക്ക് പോയാൽ ഓരോ വീടുകളും നേരെ മുൻപിൽ മറ്റൊരു കുടുംബമുള്ള രീതിയിൽ സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും ഇങ്ങനെ അഭിമുഖമായി കണ്ടുകൊണ്ട് ജീവിക്കാമെന്നുള്ളത് തന്നെയാണ് ഈ ഒരു വീടിന്റെ ടൗൺഷിപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്.